ആകെ തകർന്നുപോയ ഒരു പ്രവിശ്യയാണ് ഗസ. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ഇടിച്ചു കയറി ഗസക്കാർ പോയിട്ട് കാര്യമില്ല. ആകപ്പാടെ തകർന്ന കെട്ടിടങ്ങൾ മാത്രം, നല്ല വെള്ളമില്ല, മനുഷ്യൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗസയിലെ ജനങ്ങളും കൊണ്ട് ഇടിച്ചു കയറി പോവണ്ട, അവരെ നമുക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് പുനരധിവസിപ്പിക്കാം എന്നാണ് ട്രംപിന്റെ പുതിയ നിർദ്ദേശം. ട്രംപ് പറയുന്നത് 10 മുതൽ 15 ലക്ഷം പേരെ ജോർദാനിലും ഈജിപ്തിലുമായി പുനരധിവസിപ്പിക്കാം. ബാക്കിയുള്ളവരെ മറ്റ് അറബ് രാജ്യങ്ങൾ, അത് സൗദി ആണെങ്കിലും UAE ആണെങ്കിലും അവർ കൊണ്ടുപോട്ടെ, അവർ കൂടുതൽ പേരെ കൊണ്ടുപോട്ടെ. എന്നിട്ട് നമുക്ക് ഗസ പുനർനിർമ്മിക്കാം. വളരെ അന്തസ്സായി, മൊണോക്കയേക്കാൾ നല്ല രാജ്യമായി നമുക്ക് മാറ്റാം ഫലസ്തീനെ. കെട്ടിടങ്ങളും വീടുകളും വയ്ക്കാം, ടൗൺഷിപ്പുകൾ നിർമ്മിക്കാം, ആളുകൾ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാം, എന്നിട്ട് അവർ തിരിച്ചു വരട്ടെ എന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം വലിയ കോളുകളൊക്കെ ഉണ്ടാക്കാൻ കാരണം ഇസ്രായേൽ പണ്ടേ ഇത്തരമൊരു പുനരധിവാസ പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. ആ പുനരധിവാസ പദ്ധതി ഫലസ്തീൻ പൂർണ്ണമായും നഷ്ടപ്പെടാനും ഇസ്രായേൽ അതുകൂടി കൈവശപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തള്ളപ്പെട്ടു. ആ നിർദ്ദേശത്തിന്റെ പുതിയൊരു സൃഷ്ടിയായാണ് വാസ്തവത്തിൽ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതേക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. ആളുകളെ റീലൊക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പദ്ധതിയിലുള്ളതല്ല, അത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.